ഒരു പ്രാവശ്യം മറ്റോ ഒരു വർഷത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ആന്റണി കോൺഗ്രസിൽപ്പെട്ട ഒരു സുഹൃത്തിനെ ഒരു വർഷത്തേക്ക് അദ്ദേഹം മേയറായി, കോൺഗ്രസ് മേയറായി. ബാക്കി എല്ലാ വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരണം നടത്തുന്നത്. കഴിഞ്ഞ വർഷം LDF-ന് 54 സീറ്റുണ്ടായിരുന്നു, UDF-ന് 10 സീറ്റുണ്ടായിരുന്നു, NDA-ക്ക് 33 സീറ്റും 3 സ്വതന്ത്രന്മാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസമായി പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഒന്നാം പിണറായി ഗവൺമെൻറ്റിനും ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത. അത് ഇപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ വീടുകളിൽ ചെന്ന അവസരത്തിൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ആക്ഷേപങ്ങൾക്കും ഗവൺമെൻറ് വിരുദ്ധ വിചാരങ്ങൾ ഒന്നും ജനങ്ങളുടെ ഇടയിൽ അത് ഏശിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവും. രണ്ട്, എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം നഗരസഭ 5 വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ദേശീയ അടിസ്ഥാനത്തിലും സാർവദേശീയ അടിസ്ഥാനത്തിലും നിരവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ. ജനങ്ങളത് ഓരോ പ്രദേശത്തും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പ്രാവശ്യം 54 സീറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. UDF-ന് 10 സീറ്റും ഞാൻ പറഞ്ഞല്ലോ, NDA-ക്ക് 33, സ്വതന്ത്രന്മാർ 3. കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾ പുറകോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞങ്ങൾ പുറകോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ 55-നും 60 സീറ്റിനും ഇടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും. ഒരു 10 സീറ്റെങ്കിലും BJP-യുടെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് നിയമമാണല്ലോ അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ നിയമസഭയിൽ LDF ആണെങ്കിലും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ കൗൺസിലർമാർ വന്നിട്ടുള്ള നിയമമണ്ഡലത്തിൽ നിന്നാണ്, അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ഈ പ്രാവശ്യം ഒരു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കൗൺസിലർമാർ നിയമമണ്ഡലത്തിൽ നിന്നുണ്ടാവും. BJP-ക്ക് അവിടെ തിരിച്ചിട്ടുണ്ടാവുന്ന കാര്യം സംശയമില്ല. BJP-യുടെ മേയർ ആയില്ലെങ്കിലും സാങ്കല്പിക മേയർമാരായി മത്സരിച്ച പ്രമുഖരായിട്ടുള്ള പലരും പരാജയപ്പെടുകയും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള വിലയിരുത്തൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയപരമായി കൂടുതൽ വിലയിരുത്തൽ നടത്താൻ വേണ്ടി പറ്റുന്നത്. അവിടെ BJP വട്ടപൂജ്യം ആണ് എന്നുള്ള കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷം BJP-ക്ക് ഇത്രയും സീറ്റ് കൂടാൻ കാരണം കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധമുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആദ്യം തുടക്കത്തിൽ ആ ബന്ധം ഇല്ലായിരുന്നു. കോൺഗ്രസ് UDF മത്സരരംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ചില വാർഡുകളിൽ, പകുതിയോളം വരുന്ന വാർഡുകളിൽ BJP-യും കോൺഗ്രസും തമ്മിൽ രഹസ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരുന്നു. കാരണം ഞങ്ങളെ പരാജയപ്പെടുന്നതിന് വേണ്ടി. കാരണം അത് നമുക്കവിടെ ബൂത്തിൽ ഇരിക്കുന്നവർക്കും പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നവർക്കും അറിയാം. പ്രവർത്തന രംഗത്ത് അവരില്ല, അവരെ കാണാനേ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാം. ആ 2 മണിക്കൂർ കൂടി BJP-യും കോൺഗ്രസും ഞങ്ങളാണ് തിരുവനന്തപുരത്ത് മേയർ എന്നുള്ള അവരുടെ ആഗ്രഹം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം LDF ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. UDF-ന് 15 സീറ്റുണ്ടായിരുന്നു. 15 സീറ്റിൽ കൂടാനുള്ള സാധ്യത കാണുന്നില്ല. അത്ര ശക്തമായിട്ട് പ്രവർത്തനം നടത്തണമെങ്കിൽ താഴെക്കടയിൽ പ്രവർത്തകരില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ അവർ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചു, പ്രചരണ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ വന്നപ്പോൾ അവർ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ LDF വിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പകുതിയോളം വരുന്ന സീറ്റുകൾ അവർ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ പൂർണ്ണമായും നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തകർന്ന് BJP 33 സീറ്റിലെത്തിക്ക് എത്തിയത്.